മുനയം ഇടബണ്ട് നിർമ്മാണം അടുത്ത ആഴ്ച പുനരാരംഭിക്കും. ജനുവരി ആദ്യത്തോടെ ഇടബണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ. കനോലി കനാലിൽ നിന്ന് ഓരിവെള്ളം കയറി കോൾ മേഖലകളിലെ കൃഷി നശിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മുനയത്ത് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. നവംബർ അവസാനത്തോടെ ബണ്ട് നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഡിസംബർ ആദ്യവാരമുണ്ടായ കനത്ത മഴയിൽ ബണ്ട് തകർന്നിരുന്നു. ബണ്ട് നിർമ്മാണത്തിന് കാലപ്പഴക്കം ചെന്ന മുളകൾ ഉപയോഗിക്കുന്നതായി പ്രദേശവാസികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനിടെയാണ് കനത്ത മഴയെ തുടർന്ന് പുഴയിലുണ്ടായ ഒഴുക്കിൽപ്പെട്ട് നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക ബണ്ട് തകർന്നത്. ബണ്ട് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പുഴയിലുള്ള തകർന്ന ബണ്ടിന്റെ ഭാഗങ്ങൾ കരയിലേക്ക് മാറ്റുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഒരാഴ്ചയോടെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. തകർന്ന ബണ്ടിന്റെ ഭാഗങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ താൽക്കാലിക ബണ്ടിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നാണ് കരാറുകാരൻ പറയുന്നത്. ജനുവരി ആദ്യവാരത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും കരാറുകാരൻ അറിയിച്ചു. കാറളം, കാട്ടൂർ, അന്തിക്കാട്, താനിം പഞ്ചായത്തുകളിലെ കൃഷിയും കുടിവെള്ള സ്രോതസ്സുകളും ഓരിവെള്ളം കയറി നശിക്കുന്നത് ഒഴിവാക്കാനാണ് കരിവന്നൂർ പുഴയും കനോലി കനാലും സംഗമിക്കുന്ന കാട്ടൂർ പഞ്ചായത്തിലെ മുനയത്ത് താൽക്കാലിക ഇടബണ്ട് നിർമ്മിക്കുന്നത്. TCV ഇരിങ്ങാലക്കുട.